ഉണ്ണിമുകുന്ദൻ മോദിയായിട്ട് വന്ന എങ്ങനെ ഉണ്ടാവും? നന്നായിരിക്കും. പക്ഷെ ഇപ്പൊ ഒരു മോദിയുടെ സ്റ്റോറി പറയുമ്പോ ഇപ്പൊ പുള്ളിയുടെ തന്നെ നെഗറ്റീവ് സൈഡും ഉണ്ട്, കുറെ പോസിറ്റീവ് സൈഡും ഉണ്ട്. എന്തൊക്കെയാ പോസിറ്റീവ് സൈഡ്? മോദിയുടെ ഒരു 5 പോസിറ്റീവ് സൈഡ് പറയോ? എല്ലാവരുടെയും സ്റ്റോറി വന്നൊരു കാര്യമാണ് ഓപ്പറേഷൻ സിന്ദൂർ. നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ആ ഒരു സംഭവം ഇത്രയും വൈറലാവും. അതിലൊക്കെ നമുക്ക് പുള്ളിയുടെ വലിയൊരു ഇത് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. മോദി അഭിമാനമാണ്. ആ ഒരു സമയത്ത് ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഈ സിനിമയ്ക്ക് പിന്നിൽ എന്തെങ്കിലും ഒരു കൃത്യമായ അജണ്ട ഉണ്ടായിരിക്കോ? ഒരു ബയോപിക് വരേണ്ടത് ജനനം മുതൽ മരണം വരെ കഴിഞ്ഞിട്ടാണ് വരേണ്ടത്. അതിന് മുമ്പ് വരുന്ന എന്ത് കാര്യത്തിലും ഇങ്ങനെ ഒരു അജണ്ട ഉണ്ടായിരിക്കും. അത് നേരത്തെ ആ അജണ്ട ഉണ്ട്. ഞാൻ പറയട്ടെ, ഇപ്പം ഈ സിനിമ ഒന്ന് വിചാരിച്ചോ, ഈ സിനിമയ്ക്കകത്ത് ഗുജറാത്ത് ലാഭം വിഷയമായിരിക്കുമോ? എന്നിട്ട് നരേന്ദ്രമോദിയുടെ ബയോപിക് പറയുമ്പം ഗുജറാത്ത് കലാപം ഒരു വിഷയമാണ്. ഇന്ത്യയിലെ കാർഷിക സമരം അതൊരു പ്രശ്നമാണ്. ആ ബില്ല് വരെ അവസാനം തിരുത്തേണ്ടി വന്നു. മണിപ്പൂർ, അതെ, JNU കലാപം, മണിപ്പൂരിലെ കലാപം, ഇതെല്ലാം ഒരു വിഷയമാണ്. ഹോണറബിൾ PM അങ്ങേർക്ക് ഒരു നല്ലൊരു ബയോപിക് വേണം. അങ്ങേരെ കഥ ഈ മൊത്തം ഭാരത ജനങ്ങൾക്ക് അത് അറിയണം. ആൻഡ് അങ്ങേര് എത്രപാട് കഷ്ടപ്പാടാണ് ചെയ്താണ്. അങ്ങേരൊരു ചെറുപ്പത്തിൽ അങ്ങേരൊരു ചായക്കടക്കാരനായിരുന്നു. ഒരു ടീ സെല്ലറിൽ നിന്ന് അങ്ങേര് PM ആയ ആ കഥ, പിന്നെ അങ്ങേരെ അമ്മയായിട്ടുള്ള ഒരു ബോണ്ട്, അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ഒരു ആക്ടർ ആ സ്റ്റെപ്പ് എടുത്തതിന് എനിക്ക് വളരെ സന്തോഷം. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? പക്ഷേ ഈ പോസ്റ്റിന് താഴെ വരുന്ന കമന്റ് എന്താണെന്നറിയോ? അങ്ങനെയെങ്കിൽ ബയോപിക് പറയുന്ന സമയത്ത് സ്കൂളും കോളേജും ഒന്നും ഉണ്ടാവില്ല എന്ന്. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഇത് ഈ പോസ്റ്റർ വരെ അങ്ങേര് ഉണ്ണിമുകുന്ദൻ ആ ക്യാപ്ഷൻ ഇട്ടിരിക്കുന്നു. ഇതിൽ ഈ സിനിമ ഹൈലൈറ്റ് ചെയ്യാൻ പോണത് നമ്മുടെ ഹോണറബിൾ PMഉം അങ്ങേരെ മദർ ആയിട്ടുള്ള ബോണ്ട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്റെ ഒരു ചോദ്യം അങ്ങേര് എന്താന്ന് വെച്ചാൽ, വോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു റിട്ടേൺ കംപ്ലൈന്റ് ഫയൽ ചെയ്യുക. അത് ഇതുവരെ അങ്ങേര് ചെയ്തിട്ടില്ല. രാഹുൽ ഗാന്ധി അത് ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷെ ആ തെളിവ് സുപ്രീം കോടതിക്കോ ഇല്ല ഇലക്ഷൻ കമ്മീഷനോ അയാൾ പ്രസന്റ് ചെയ്തിട്ടില്ല. നമ്മുടെ രാഹുൽ ഗാന്ധി പറയുന്നത് വോട്ട് ചോറി വന്ന് എവിടെയാ? BJP റൂൾഡ് സ്റ്റേറ്റിലാണ് വോട്ട് ചോറി നടന്നിട്ടുള്ളത്. അതേപോലെ കർണാടകയിലും തെലങ്കാനയിലും ഛത്തീസ്ഗഡിലും ഇതുപോലെ വോട്ട് ചോറി നടന്നിട്ടില്ല എന്ന് അങ്ങേര് പറയുന്നില്ല. അതെന്തുകൊണ്ടാണ്? കോൺഗ്രസ് ജയിച്ച സ്ഥലത്തിൽ വോട്ട് ചോറി നടന്നിട്ടില്ല എന്നും BJP ജയിച്ച സ്ഥലങ്ങളിൽ വോട്ട് ചോറി നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. ഈ ECI എന്താ ബയസ്ഡ് ആണോ? ഓരോ സ്ഥലത്ത് കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യും, ഓരോ സ്ഥലത്ത് BJP സപ്പോർട്ട് ചെയ്യും. അത് എവിടുത്തെ ഒരു പാർഷ്യാലിറ്റി? അതല്ല ഉദ്ദേശം. ഞാൻ BJP സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ഇത് നമ്മൾ ഓരോരുത്തരുടെയും പ്രശ്നമാണ്. നമ്മളെല്ലാം ഇറങ്ങേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ നേപ്പാളിൽ ഇഷ്യൂ കണ്ടു. അവിടുത്തെ യങ്സ്റ്റേഴ്സിന് ഇതൊരു ഇഷ്യൂ ആണ്. അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ബാൻ ചെയ്യുന്നു, സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ബാൻ ചെയ്യുന്നു. അവർക്കൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയപ്പോൾ അവർ അതിനിറങ്ങി. മുന്നേ ഇത് അങ്ങനെ പറയാൻ എനിക്കറിയാം. നമ്മുടെ ഗാസയിൽ ഇഷ്യൂ ഉണ്ടായപ്പോൾ നമ്മളെല്ലാം അതിന് സ്റ്റോറി ഇട്ടു, നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്തു. പലസ്തീനിൽ ഇഷ്യൂ ഉണ്ട്, നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്തു. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ? ഇവനെ സൂക്ഷിക്കണം.